ഹലോ നമസ്കാരം, ദിനേശ് മാധവാണ്. എന്തൊക്കെയാ, സുഖല്ലേ? അപ്പോൾ ഞാൻ പറയാൻ പോണ കാര്യം കണ്ടല്ലേ, ഒരു ഫിലിം കണ്ട് ഇറങ്ങി. എല്ലാവരും ഇന്നലെ എന്നോട് പറഞ്ഞ് പോയി കാണുന്ന അടിപൊളി പടമാണ്, നല്ല സ്റ്റോറി ആണ്. പടം കണ്ടില്ലേ? വാഴ 2 വളരെ നല്ല പടം. 100-ൽ 100 മാർക്ക് തന്നെ കൊടുക്കാം. അത്രയ്ക്കും നല്ല പടം. തമാശയും സീരിയസും എല്ലാം ഒത്തിണങ്ങിയ ഒരു പടം. അടിപൊളി. എന്താ വെച്ചാൽ നമ്മൾ കുട്ടികളൊക്കെ പഠിക്കേണ്ട കുറേ കാര്യങ്ങൾ അതിലുണ്ട് ആ പടത്തിൽ. അതിൽ വേണ്ടതുകൊണ്ട് വേണ്ടാത്തതും ചീത്തയും കാര്യങ്ങളും കൂട്ടുകെട്ടും എങ്ങനെ കാര്യങ്ങളൊക്കെ കുറേ കാര്യങ്ങൾ നമ്മളെ സെൻഡിയാക്കണ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ലാസ്റ്റത്തെ കുറേ സീന് ആ പടത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ലാസ്റ്റ് നമ്മളെ ഭയങ്കര കരയിപ്പിക്കുന്ന കുറേ സീനുണ്ട്. അറിയാതെ നമ്മളെ കണ്ണിന്ന് വെള്ളം നിറയും. എന്നിട്ട് ലാസ്റ്റ് കൊണ്ടേക്കിന് ഒരു ആക്ഷൻ്റെ ഇതാണ്. അതൊരു ഡയറക്ടറെ കഴിവ് തന്നെയാണ്. അത് ആ ഒരു സെൻറ്റിന്ന് നമ്മളെ ഒഴിവാക്കാൻ വേണ്ടി ചെയ്തത്. അത് മനോഹരമായിട്ടുണ്ട്. അപ്പോൾ ഒന്നും പറയാനില്ല, എല്ലാവരും പോയി കാണും. വാഴ 2 ഒരു ഫിലിം ഉണ്ടാക്കൽ ഇങ്ങനെയൊക്കെയാണ്. കാരണം നമ്മളെ നടന്മാരൊക്കെ എത്രയോ നടന്മാരുണ്ട്, പക്ഷേ ഒക്കെ ഈ യൂട്യൂബ് ഉള്ളിൽ നിന്ന് വന്ന ഈ പയ്യന്മാർ, അശ്വരാണെങ്കിലും എല്ലാവരും അതിൽ എല്ലാ കഥാപാത്രങ്ങൾക്കും അതിലുള്ള റോളുകൾ കൊടുത്തിട്ട് എല്ലാവർക്കും തുല്യമായിട്ടാണ് കൊടുത്തത്. അതിൽ ബിജുക്കുട്ടൻ്റെ ഒക്കെ കഥാപാത്രം അസാധ്യ കഥാപാത്രം. വളരെ ചില കാര്യങ്ങളിലൊക്കെ ഭയങ്കര സെൻറ്റിയായിട്ട് ഉണ്ട്. മൂപ്പരെ മകനായിട്ട് അഭിനയിച്ച വിനായക് അടിപൊളി, സൂപ്പർ. എല്ലാവരും, ആരും ഒന്നും പറയാനില്ല. ഞാനും എൻ്റെ ഫാമിലി കണ്ടില്ലേ ആണെന്ന് പോയത്. അപ്പോൾ കണ്ടു ഇറങ്ങി തൃപ്തിയായി. 100-ൽ 100 മാർക്ക്. അപ്പോൾ എല്ലാവരും പോയി കാണാം വാഴ 2. താങ്ക് യു.